അമിത്ഷായെ കാണണം, അമിത്ഷാ പാർലമെന്റിൽ വരണം എന്നൊക്കെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് മുറവിളി കൂട്ടും എങ്കിലും നിത്യജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഇവർ തമ്മിൽ പരസ്പരം കാണുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊന്നും ചോദിക്കുകയില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും ഒരു കല്യാണ വിരുന്നിൽ ഒന്നിച്ചു വന്നു. ഇവർ തമ്മിൽ കണ്ടു. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരു ഫ്രെയിമിലുള്ള ഫോട്ടോയും പുറത്തു വന്നു. അമിത്ഷാ ഒളിച്ചിരിക്കുകയല്ല. അമിത്ഷാ ഇനിയിപ്പോ എന്ത് ചോദ്യത്തിനും മറുപടി പറയാൻ താൻ പാർലമെന്റിലേക്ക് വരും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചത് കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ്. അമിത്ഷായെ പാർലമെന്റിൽ കാണണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു വിവാഹ സൽക്കാരത്തിൽ അമിത്ഷായെ കണ്ട് ഞെട്ടിയിട്ടുണ്ടാവണം എന്നാണ് ഈ ഫോട്ടോ കാണുമ്പോൾ സോഷ്യൽ മീഡിയയും അതുപോലെ പൊതുസമൂഹത്തിൽ രാഹുൽ ഗാന്ധി ഒന്ന് ചൊറിയണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പറയുന്നത്. നാഗ്പൂർ ആസ്ഥാനമായുള്ള വ്യവസായി സാരംഗ് ലഖാനിയുമായുള്ള രേവതി സുലയുടെ വിവാഹ ചടങ്ങിലാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ പങ്കെടുത്തത്. പക്ഷേ കല്യാണം ഉണ്ട്, നടന്നോ, പാർലമെന്റിൽ വന്നാൽ വച്ചേക്കില്ല എന്ന് മുറുമുറുക്കാൻ മാത്രമേ അവിടെ രാഹുലിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഈ ചിത്രം കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതികരണങ്ങൾ. അമിത്ഷാ കൈകൾ പിന്നിൽ കൂട്ടിപ്പിടിച്ച് തന്റെ ഊഴം കാത്തു നിൽക്കുന്നത് കാണാം. ഏതാനും അടിയകലെ ഒരു ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നുണ്ട്. എന്നാൽ അത് പാർലമെന്റ് അല്ല, അതാണ് വ്യത്യാസം. വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് വിശദീകരിക്കാൻ അമിത്ഷാ ഹാജരാകണമെന്ന് രാഹുൽ ഗാന്ധി കുറെ ദിവസങ്ങളായി ആവശ്യപ്പെടുകയാണ്. MP സുപ്രിയ സുലെയുടെ മകളുടെ വിവാഹ സൽക്കാരമായിരുന്നു. തിങ്കളാഴ്ച രാത്രി നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സോണിയാഗാന്ധി, അഖിലേഷ് യാദവ്, പ്രഫുൽ പട്ടേൽ എന്നിവർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഒരുമിച്ച് പങ്കെടുത്തു. ദില്ലിയിലെ 6 ജൻപഥിൽ നടന്ന വിവാഹ സൽക്കാരം വിവാഹത്തിന്റെ വിവാഹാഘോഷത്തെ തുടർന്നുണ്ടായ ഒരു സൽക്കാരമായിരുന്നു. ജൂണിൽ മുംബൈയിൽ വെച്ചാണ് ദമ്പതികൾ വിവാഹിതരായത്. ഡൽഹിയിൽ ഗംഭീരമായ ഒരു സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സുപ്രിയ സുലെ ഇവരെ വേദിയിലേക്ക് ആനയിക്കുന്നുണ്ട്. ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സോണിയാഗാന്ധി വേദിയുടെ അവസാനം വരെ നടക്കുന്നു. ഈ സമയത്ത് സുപ്രിയ സുലെ ദമ്പതികൾക്കിടയിൽ സോണിയാഗാന്ധി നിർത്തുന്നു. രാഹുൽ ഗാന്ധി അവരുടെ അരികിലേക്ക് വിളിക്കുന്നു. എന്നാലും ആ ഒരു ചടങ്ങിന്റെ അവസാനം വരെ ഇവരെല്ലാവരും ഉണ്ട് എങ്കിലും മറ്റ് ചർച്ചകളൊന്നും നടക്കാനിടയില്ലാത്ത, അല്ലെങ്കിൽ അതിന് സാധ്യതയില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ പുറത്ത് ഇതുപോലെ പകലും ഒത്തും നരേന്ദ്രമോദിയെ കാണണം അല്ലെങ്കിൽ അമിത്ഷായെ കാണണം എന്നൊക്കെ പറയുന്ന തികച്ചും രാഷ്ട്രീയക്കാരനായ പ്രതിപക്ഷ നേതാവ് അവിടെ ഒരു സാധാരണ ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെയൊക്കെ അവരെല്ലാവരും പരസ്പരം കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ദൃശ്യങ്ങൾ തന്നെയാണ്. എല്ലാവരും ദമ്പതികളെ കാണാൻ വേദിയിലേക്ക് പോകുന്നു. കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി ഉണ്ട്, ചിരാഗ് പസ്വാൻ ഉണ്ട്. ഇവരെല്ലാവരും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു. നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നാണ് ഇവരെത്തിയത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കോൺഗ്രസ് MP രേണുക ചൌധരി, ഡൽഹി മന്ത്രി പ്രവേശ് വർമ്മ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസ് MP അമരീന്ദർ സിംഗ് രാജ വാറിംഗ്, കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അത്ലറ്റും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ PT ഉഷ, മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് എന്നിവരും പാർട്ടിയിൽ പങ്കെടുത്തു. സ്വീകരണ വേളയിൽ നേതാക്കൾ ഒരേ മേശയ്ക്ക് അപ്പുറം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ലഘു സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. എന്തായാലും പാർലമെന്റിന് മുന്നിൽ മാത്രമേ ഇവരെല്ലാവരും ശത്രുക്കളായിട്ടുള്ളൂ. അല്ലാതെ നിത്യജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഇവരെല്ലാവരും നല്ല സുഹൃത്തുക്കളും നല്ല അയൽക്കാരും ഒക്കെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കാഴ്ചകൾ കാണുമ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.